ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് പുഡിങ് എങ്ങനെ റെഡിയാക്കാം എന്നുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന 1 ലിറ്റർ പാലാണ്. ഇത് ചെറു ചൂടാകുമ്പോഴത്തേക്കിന് നമുക്ക് ഈ നമ്മുടെ പാൽപ്പൊടി 2 സ്പൂണ് നമുക്ക് മിക്സ് ചെയ്തൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം പാലിവിടെ ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ പാൽപ്പൊടി ഞാൻ എന്താ കട്ടയില്ലാതെ നമുക്കിതുപോലെ ഒന്ന് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂണ് പാൽപ്പൊടി എടുത്താൽ മതി. നമുക്കിതൊന്ന് ഇനി നമുക്ക് ഈ ബൗളിലേക്ക് തന്നെ 2 സ്പൂണ് കോൺഫ്ലവർ എടുക്കാം. ഇപ്പം നമ്മുടെ കോൺഫ്ലവർ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പാൽ ചൂടാക്കാൻ വെക്കുന്നതിന് മുമ്പേ കുറച്ച് പാൽ എടുത്ത് ഇത് മിക്സ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് കട്ടിയില്ലാതെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ പാൽ തിളച്ച് വന്നതിന് ശേഷം മാത്രം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം പാലിലേക്ക് മധുരത്തിന് ആവശ്യമായി മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ്, ഇല്ലെങ്കിൽ പഞ്ചസാര അവരുടെ ഇഷ്ടം അനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മധുരങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര മാത്രം അതിൻ്റെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ പാല് നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന കോൺഫ്ലവർ ഒന്ന് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പേ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. അപ്പം നമ്മുടെ ബാക്കി ഇരിക്കുന്ന കോൺഫ്ലവറും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറുകി വരുന്നോ നോക്കിയിട്ട് ബാക്കി ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ഇരുന്ന ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൈവിടാതെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതുപോലെ കട്ടിയാകാതെ ശ്രദ്ധിക്കണം. നമ്മുടെ ഇതിവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം കുറുകി വന്നിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ കോൺഫ്ലവറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റർഡ് പൗഡർ ഉണ്ടെങ്കിൽ കസ്റ്റർഡ് പൗഡർ ആണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. കട്ട ഉണ്ടെങ്കിൽ ഇതുപോലെ കൊണ്ടുവന്ന് ഞാനിത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇടക്കാൻ ഇച്ചിരി താമസിച്ചുകൊണ്ട് കുറേ ഇച്ചിരി എന്ന് വെച്ചാൽ 1, 2, 3 കട്ടകളുണ്ടായിരുന്നു. ഞാനത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കട്ടയെല്ലാം ഉടച്ചിട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ പുഡിങ്ങിനുള്ള ഇനി ഇതിൽ റോസ് മിക്സോ ഞാനിവിടെ അപ്പം ഇതിലേക്ക് ഞാൻ ഇതാണ് ടൈഗറിൻ്റെ 3 തുള്ളിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. ഇനി ഒരു ചെറു ചൂടോടെ നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ്. എന്നാണ് നമ്മുടെ കസ്റ്റർഡ് മിക്സ് ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ചൂടാറി വരുമ്പോഴത്തേനും തന്നെ നമുക്കിതുപോലെ കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ഇതുപോലെ ഏത് ട്രേ ആണോ ഉള്ളത് അതെടുത്താൽ മതി. അതിലേക്ക് ഞാൻ ബിസ്ക്കറ്റാണ് വെച്ച് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ 50-50 ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ ഗോൾമാൻ ബട്ടറിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരോ റൂട്ടിൻ്റെ ഏതാണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുത്താൽ മതി. നമുക്കിതുപോലെ വിടവില്ലാതെ വെച്ച് കൊടുക്കാം. ബിസ്ക്കറ്റിന് പകരം ബ്രെഡ് ആണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇത് നല്ലതായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ നല്ല സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്നുമില്ലാതെ നമുക്ക് കസ്റ്റർഡ് മിക്സോടൊട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കോൺഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. ഒരു ലെയർ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബൂസ്റ്റിൻ്റെ പൊടി കുറച്ച് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്ത ശേഷം വീണ്ടും നമുക്ക് ബിസ്ക്കറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കാം.
നല്ല വീണ്ടും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വീണ്ടും നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ ബൂസ്റ്റിൻ്റെ പൊടി തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്താണ് നമ്മുടെ പുഡിങ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ച് തണുപ്പിച്ചെടുക്കാം. പുഡിങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.